നമസ്കാരം. ഇന്ന് ജൂലൈ 20 ഇന്റർനാഷണൽ ചെസ് ഡേ. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ FIDE രൂപം കൊണ്ട ദിവസം. 1966 മുതൽ യുനെസ്കോ ഇന്റർനാഷണൽ ചെസ് ഡേ ആചരിച്ചു വരികയാണ്. ചെസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ചെസ്സിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ അത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ചെസ് അതിന്റെ ചരിത്രത്തിൽ അതിന്റെ പേര് ചതുരംഗം എന്നായിരുന്നു. ചതുരംഗമാണ്. ഇൻ മോഡേൺ ഡേ ഇറ്റ് ഹാസ് ബീൻ ഇവോൾവ് ഇൻ ടു ചെസ്. ഈ ഗെയിം രൂപം കൊണ്ടത് ഉത്തരേന്ത്യയിലാണ് 6ാമത്തെ നൂറ്റാണ്ടില്. ഗുപ്ത ഭരണകാലത്താണ് ഈ ഗെയിം ഈ രൂപം കൊള്ളുന്നത്. ഇതൊരു ഗെയിം എന്ന് പറയുന്നതിനേക്കാളും ഉചിതം ഇതൊരു സ്ട്രാറ്റജി മേക്കിംഗ് ടൂൾ ആയിരുന്നു. മെയിൻലി ഫോർ ബാറ്റിൽസ്. അന്ന് രാജാക്കന്മാർക്ക് അതിനെയാണ് പിൽക്കാലത്ത് ഒരു മത്സരമായി അല്ലെങ്കിൽ ഒരു ഗെയിമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. സോ ഇത് ഉത്തരേന്ത്യയിൽ നിന്നും രൂപം കൊണ്ടിട്ട് പേർഷ്യയിലോട്ട് സ്പ്രെഡായി. ദെൻ ആഫ്റ്റർ ദി മൂറിഷ് കോൺക്വസ്റ്റ് ഓഫ് സ്പെയിൻ, then it spread to the Europe, southern Europe, and after that subsequently to the entire Europe. ഗുപ്ത ഭരണകാലം, ഈ ഗുപ്ത ഡിനാസ്റ്റി അവരുടെ ഭരണകാലത്താണ്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അന്നാണ്, ആ ഒരു കാലഘട്ടത്താണ് നമുക്ക് ഇന്ത്യക്ക് കൾച്ചറലായിട്ടും ടെക്നോളജിക്കലായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആര്യഭട്ട ആ നൂറ്റാണ്ടിലെ ആ ഒരു ഗുപ്ത ഭരണകാലത്തെ ഒരു മേജർ ആസ്ട്രോണമറും മാത്തമെറ്റീഷ്യനുമായി ഈ കാലഘട്ടത്താണ് അദ്ദേഹവും ജീവിച്ചിരുന്നതായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഇത് നോർത്തേൺ ഇന്ത്യയിൽ രൂപം കൊണ്ടു ഗുപ്ത ഭരണകാലത്ത്. അപ്പോൾ ഇതിന്റെ പേര് ചതുരംഗ എന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഗെയിം എന്നതിനേക്കാളും അവർ കണ്ടിരുന്നത് ഇതൊരു ഓൺലൈൻ ഒരു സ്ട്രാറ്റജി മേക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. മെയിൻലി ഫോർ ബാറ്റിൽസ്. അപ്പോൾ മെയിൻലി ദ മിലിറ്ററി യൂണിറ്റ്സ് ആർ മോസ്റ്റ്ലി ദർ വിൽ ബി 4 മിലിറ്ററി യൂണിറ്റ്സ്: കാവൽറി, infantry, cavalry, elephantry and chariotry. And in modern day chess അതിനെ നമ്മൾ നൈറ്റ്, ബിഷപ്പ്, റൂക്ക്, പോൺ എന്ന് പറയും. ഓക്കെ. ഇൻഫൻട്രി എന്ന് പറഞ്ഞ് കാലാൾപ്പട, അതിനെയാണ് ഇൻഫൻട്രി എന്ന് പറയുക. അപ്പോൾ കാലാൾപ്പട ഈ മോഡേൺ ചെസ്സിൽ വി ആർ നെയിമിങ് ഇറ്റ് ആസ് പോൺ. കാലാൾപ്പട ഓരോ മിലിറ്ററി യൂണിറ്റ്സിനും അവരുടേതായിട്ടുള്ള പർപ്പസ് ഉണ്ടാവും. അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും അവരുടേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. ഈ കാലാൾപ്പട ദേ ആർ വെരി സ്ലോ ഇൻ ബാറ്റിൽ ഫീൽഡ്സ്. അപ്പോൾ ബട്ട് ദേ ആർ ഫ്ലെക്സിബിൾ. സോ അതിന് കണക്കായിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ് ആയിരിക്കും ഈ ഇൻഫൻട്രി മിലിറ്ററി യൂണിറ്റ്സിന് അവർ കൊടുക്കുക. സോ ഇൻഫൻട്രി ഇൻ മോഡേൺ ഡേ ചെസ് ഇറ്റ് ഇസ് നമ്മൾ പോൺ എന്ന് വിളിക്കും. ആൻഡ് കാവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they usually ride on horses, mainly on horses. So they are fast and with long spikes. അപ്പോൾ അവർക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. they are very fast in battle fields. ഇൻഡിവിജ്വൽ ഹോഴ്സസ് ആയിരിക്കും. അപ്പോൾ അവർ ഫ്ലെക്സിബിളും ആയിരിക്കും. മോഡേൺ ഡേ ചെസ്സിൽ ഇറ്റ് ഈസ് നോൺ എസ് നൈറ്റ്. ആൻഡ് എലിഫൻട്രി they are very strong, one of the largest mammal on earth or land, the largest mammal on land. So in modern day chess it is bishop. And chariotry means it is like an automobile that is usually ridden by a horse, by a group of horse. And in modern day chess it is known as rook. So ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹിസ്റ്ററി ഓഫ് ചെസ്. ആ ഒരു നെയിം ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ട്രാൻസിഷൻ ഫ്രം ദാറ്റ് ഇന്ത്യൻ നെയിംസ് ടു ദി ഇംഗ്ലീഷ്. ലൈക്ക് രാജ ഇൻ പേർഷ്യൻ ഇറ്റ് വാസ് ഷാ, ബിക്കോസ് ഇനീഷ്യലി ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ നോർത്തേൺ ഇന്ത്യ. ആഫ്റ്റർ ദാറ്റ് ടു ദി പേർഷ്യ, ടു ദി അറബിക്സ് ആൻഡ് ടു ദി യൂറോപ്സ്. അപ്പോൾ ആ ഒരു പേരും അതിന്റെ കൂടെ തന്നെ അങ്ങ് മാറി. രാജ എന്നുള്ള പേര് ഷാ കിങ്, ദെൻ ഇംഗ്ലീഷ് കിങ്. And Mandri as queen, Gaja as bishop, Ashwa as knight, and Reda as rook,
പദ്ധതി or foot soldiers as pawn. സോ ഇതൊക്കെയാണ് നമ്മുടെ ചെസ്സ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചെസ്സ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇത്രയും ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടും. ഇറ്റ് ക്യാൻ റൈസ് യുവർ IQ. ഇറ്റ് ഹെൽപ്സ് പ്രിവെന്റ് അൾഷിമേഴ്സ്. ഇറ്റ് എക്സസൈസസ് both sides of the brain. It increases your creativity. It improves your memory skills and problem solving skills and reading skills and also concentration. ഇത് സുഹാനി ലോക്കിയ 7 വയസ്സായിരിക്കുമ്പോൾ തന്നെ ഷീസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ് വുമൻ കാൻഡിഡേറ്റ് മാസ്റ്റേഴ്സ് ദി വേൾഡ്. നോട്ട് ഓൺലി ഇൻ ചെസ് ബട്ട് ഷീ എക്സൽസ് അറ്റ് എവറിത്തിങ് ഷീ ഡസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചെസ്സ് കളിച്ചു കഴിഞ്ഞാൽ ഒരു ചെസ് എന്ന് പറയുന്നത് ഒരു ഗെയിം വഴി നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെയും ഇതേപോലെ നല്ല ഗെയിംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുക. നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ്. ബിക്കോസ് ഇൻ ദിസ് പാൻഡമിക് സിറ്റുവേഷൻ ദി ഓൺലൈൻ ഗെയിംസ് ആർ very quickly spreading to our homes, our kids. സോ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ കുറേ ന്യൂസ് പേപ്പർ റീഡിങ്സ് വായിച്ചിട്ടുണ്ടാവും. 16 ലക്ഷം പിതാവിൻ്റെ 16 ലക്ഷം ഓൺലൈൻ ഗെയിമിൽ കൂടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ PUBG എന്ന് പറഞ്ഞൊരു ഗെയിമിന് അഡിക്റ്റായി ഈ ഒരു കില്ലിംഗ് ടെൻഡൻസി കുട്ടികളിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഓൺലൈൻ ഗെയിംസ് വഴി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കഗ്നൈസസ് ദിസ് ഓൺലൈൻ ഗെയിം അഡിക്ഷൻ ആസ് എ മെന്റൽ ഡിസീസ്. സോ വി നീഡ് ടു ഷോ ദം ദ റൈറ്റ് പാത്ത് ടു അവർ കിഡ്സ്. അപ്പോൾ അവർ കണ്ടിട്ടുള്ള ഗെയിംസ് നമ്മളാണ് പറഞ്ഞെടുക്കേണ്ടത്. ഇതേപോലെ ഗെയിംസ് ഉണ്ടെന്നും ഇത് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളാണ്. അല്ലെങ്കിൽ ഇതേപോലെ ദേ വിൽ ബി ഗെറ്റിംഗ് addicted to this kind of online games. അപ്പോൾ ചെസ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെസ് എങ്ങനെ കളിക്കാമെന്നും അതിൻ്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചും കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമസ്കാരം.